ഞാൻ സ്വാതി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നീറ്റിന് ഇനി ഒരു 2 മാസം മുന്നിലുണ്ട്. നീറ്റിൽ പഠിക്കുന്ന 3 സബ്ജക്ട്സിലെ ഏറ്റവും സിമ്പിൾ സബ്ജക്ട് ഏതാണെന്ന് ചോദിച്ചാൽ മെജോറിറ്റി ഓഫ് us will say ബയോളജി ആണ്. പക്ഷെ ബയോളജിയെ അത്രയ്ക്ക് ഈസി സബ്ജക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. കാരണം ഞാൻ നീറ്റ് എഴുതിയ സമയത്ത് ഏറ്റവും ഡിഫിക്കൽട്ട് പേപ്പർ ബയോളജിയുടെ പേപ്പർ ആയിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. ബയോളജിയാണ് എനിക്ക് ഫിസിക്സിനേക്കാളും മാർക്ക് നെഗറ്റീവ്സ് വന്നത്. എനിക്കല്ല, കുറേ കുട്ടികൾക്ക്, മെജോറിറ്റി കുട്ടികൾക്കും അങ്ങനെ വന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും വിചാരിക്കും ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ആണ് കൂടുതൽ ടഫ്, ബയോളജി ലാസ്റ്റ് പഠിച്ചാലും അങ്ങ് കിട്ടിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളുടെ ഒരു മെജോറിറ്റി കുട്ടികളുടെ മൈൻഡ് സെറ്റ്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ബയോളജി നീറ്റിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്, അതായത് ഫിസിക്സിനും കെമിസ്ട്രിക്കും വെറും 180 ആണെങ്കിൽ ബയോളജിക്ക് 360 ആണ് വെയിറ്റേജ്. അതായത് ഡബിൾ മാർക്സ് ആണ് കിട്ടുന്നത്. ആൻഡ് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. നമുക്ക് അത്ര എഫേർട്ട് എടുത്ത് ഫിസിക്സിന്റെയോ അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത് പോലെ അത്ര എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വായിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ ബയോളജിയുടെ കേസിൽ ഇറ്റ് വിൽ ബി ഇനഫ്. ഇനി അടുത്ത കാര്യം, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പോലും ഭയങ്കര എളുപ്പമായിരിക്കും, അധികം സമയമൊന്നും എടുക്കില്ല. ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എക്സാം സമയത്ത് എഴുതുമ്പോൾ ഒരു 1 മിനിറ്റിന്റെ അടുത്തൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ബയോളജി വേണമെങ്കിൽ നമുക്ക് 10 സെക്കൻഡ്സ് 15 സെക്കൻഡ്സിലൊക്കെ ബയോളജിയുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പോകാൻ പറ്റും. അപ്പം ഇത്രയൊക്കെ ആയിട്ട് പോലും ബയോളജിയെ നിങ്ങൾ ഒരിക്കലും വില കുറച്ച് കാണരുത്. ബയോളജിക്ക് ഒരു മാർക്ക് ഉണ്ടെങ്കിൽ അത് 360 അല്ലെങ്കിൽ 360 കുറഞ്ഞൊരു മാർക്ക് എനിക്ക് വേണ്ട, ആ ഒരു രീതിക്കായിരിക്കണം നിങ്ങൾ ബയോളജി അപ്രോച്ച് ചെയ്യുന്നത്. എസ്പെഷ്യലി നീറ്റിന്റെ ലാസ്റ്റ് 1 മന്തിലൊക്കെ ഞാനൊക്കെ ഫുൾ ബയോളജി റിവിഷൻ ആയിരുന്നു. ഡെയിലി ഒരു 4-5 ചാപ്റ്റേഴ്സിന്റെ അടുത്തൊക്കെ ബയോളജി വായിക്കുന്നു സ്പീഡിൽ. ഇങ്ങനെ എന്നാൽ കണ്ടന്റൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് റിവൈസ് ചെയ്യായിരുന്നു. അതൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ബയോളജി നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ കോച്ചിങ് സെന്ററിൽ നടക്കുന്ന ഒരു സാധാരണ മൊഡ്യൂൾ എക്സാമിൽ മേ ബി ഒരു 3-4 ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് നിങ്ങൾ നന്നായി പഠിച്ച് മെമ്മറൈസ് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും. അത് എക്സാം സമയത്ത് റീകളക്ട് ചെയ്യാനും പറ്റുമായിരിക്കും. പക്ഷേ നീറ്റിന്റെ കേസിൽ ജസ്റ്റ് 3-4 സബ്ജക്ട്സ്, ഐ മീൻ 3-4 ചാപ്റ്റേഴ്സ് അല്ല നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഒരു 30+ ചാപ്റ്റേഴ്സിന്റെ അടുത്തോളം നിങ്ങൾക്ക് ബയോളജി പഠിച്ച് അറ്റ് എ ടൈം എക്സാം എഴുതാനുണ്ട്. അപ്പോൾ ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്. ഒരുപാട് വായിക്കണം. അത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു 30+ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ആ നീറ്റ് എക്സാമിന്റെ ടൈമിൽ റീകളക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നന്നായിട്ട് പഠിക്കുക. ബയോളജിയുടെ കേസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് തരുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കും, അത് ഏറ്റവും എളുപ്പത്തില്. അപ്പൊ ഞാൻ ചെയ്തതുപോലെ ബയോളജി ആരും വില കുറച്ച് കാണരുത്. നീറ്റിനേക്കാളും കെമിസ്ട്രിനേക്കാളും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആള് ബയോളജി തന്നെയാണ്. പിന്നെ സെയിം മാർക്ക് കിട്ടിയ കുട്ടികളിൽ തന്നെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ഘടകം എന്ന് പറയുന്നത് ബയോളജിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിയായിരിക്കും സെയിം മാർക്ക് കിട്ടിയ കുട്ടികളിൽ റാങ്ക് കൂടുതൽ ഉണ്ടാവും. ആ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.